Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണ്. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. അത് എന്തുകൊണ്ടാണ്? വൈബ്രേഷൻ ഒക്കേഴ്സ് എന്താണ് IR ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും അബ്സോർപ്ഷൻ നടക്കുന്നത്. ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻഫ്രാറെഡ് റീജിയനിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ എന്ത് പറയുന്നു അതിനെ? ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു ആറ്റം, ഒരു മോളിക്യൂളിലെ ആറ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുകയല്ല, അത് ഫിക്സ്ഡ് പൊസിഷനിൽ ഫിക്സ് ആയിട്ടിരിക്കുകയല്ല, അത് എന്ത് ചെയ്യുന്നുണ്ടാകും? അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ദി അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബൈ എ മോളിക്യൂൾ ഇൻക്രീസസ് ഇറ്റ്സ് വൈബ്രേഷണൽ എനർജി. ഒരു മോളിക്യൂള് IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ വൈബ്രേഷണൽ എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ നമുക്ക് പറയാം, ദി മെഷർമെന്റ് ഓഫ് ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം will help us to derive എന്താണ് information about the spacing of the allowed vibrational energies. അതായത് നമ്മൾ ഇതിന്റെ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ വൈബ്രേഷൻ എനർജിയുടെ സ്പേസിങ്ങിനെ കുറിച്ചും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് മോളിക്യൂൾ ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. Okay, as the spacing of the vibrational energy levels of a molecule is related to the stiffness or flexibility of the molecule, we can obtain information about this property of the molecule from the infrared spectrum. അതായത് രണ്ട് വൈബ്രേഷണൽ ലെവൽ തമ്മിലുള്ള സെപ്പറേഷൻ, സ്പേസിംഗ് ഒക്കെ മനസ്സിലാക്കിയാൽ അതിന്റെ പല പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാം? പ്രെഡിക്റ്റ് ചെയ്യാം. However, when infrared radiation is passed through a gaseous sample, by the absorption of the radiation, not only the vibrational energy but also the rotational energy of the molecule change. അപ്പോൾ എന്താണ്, നമ്മളൊരു IR റേഡിയേഷൻ കൊടുക്കുമ്പോൾ അവിടെ വൈബ്രേഷൻ മാത്രമല്ല നടക്കുന്നത്, അതെവിടെ നടക്കുന്നുണ്ട്? റൊട്ടേഷനും കൂടി അവിടെ നടക്കാറുണ്ട്. ഓക്കെ, ഡ്യൂ ടു ദി കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ എനർജി, നമ്മുടെ മോളിക്യൂളിനെ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചു കാണും. സോ അവിടെ നമ്മൾ എന്തെടുക്കുന്നു? അവിടെ നമ്മൾ ഒമേഗ ഓസിലേഷൻ എടുക്കുന്നു. ഓക്കെ, എന്താണ് ഓസിലേഷൻ ഫ്രീക്വൻസി? നമ്മൾ ഒമേഗ ഓസിലേഷൻ എടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് K/mu ഹെഡ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, സോ എന്താണ്, നമുക്ക് ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ ഓസിലേഷണൽ ഫ്രീക്വൻസി, ഫോർ എക്സാമ്പിൾ HClന്റെ കേസ് ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പോലെ ഇവിടെ എന്താണ്, ഒരു മോളിക്യൂളോടെ ഫിക്സ് ചെയ്യുന്നു, Clനെ ഫിക്സ് ചെയ്യുന്നു, ഇവിടെയാണ് H ഡിസ്റ്റൻസ് എങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ വൈബ്രേഷണൽ മോഷൻ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് അസ്യൂം ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ എന്താണ് ഓസിലേറ്റർ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്ത് കിട്ടും? ആൻസർ എന്ത് വരും? ഒമേഗ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് K/mu ഹെഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് മാസ് ആണ്. മ്യൂ എന്താണ്? റെഡ്യൂസ്ഡ് മാസും K എന്നത് എന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റുമാണ്. ഓക്കെ, ഫോഴ്സ് കോൺസ്റ്റന്റുമാണ്. സോ ഇത് വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഐസോടോപ്പ് വരുമ്പോഴുള്ള ഫ്രീക്വൻസി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു മോളിക്യൂൾ എന്താണ്, ഒരു മോളിക്യൂളും മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പും തമ്മിലുള്ള എന്താണ് കമ്പാരിസൺ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ K ഇതൊരു ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഫോഴ്സ് കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഡബിൾ ബോണ്ട് വിച്ച് ഈസ് കമ്പയർഡ് ടു സിംഗിൾ ബോണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ടിന്റെ കേസ് ആകുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് എന്താണ് ഫ്രീക്വൻസി ഒമേഗ ഓസിലേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് K ആണ്. അതായത് ഫോഴ്സ് കോൺസ്റ്റന്റ് കൂടുമ്പോൾ ഓസിലേഷണൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതേസമയം മ്യൂ ആയിട്ടോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ. ഓസിലേഷണൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി റെഡ്യൂസ്ഡ് മാസ് ആണ്. സോ ഈ റിലേഷൻഷിപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മോളിക്യൂൾസിന്റെ ഓസിലേഷണൽ ഫ്രീക്വൻസി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു ഇൻ ഹെഡ്സ് ആണെങ്കിൽ ഒമേഗ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1/2π ഇൻറ്റു റൂട്ട് ഓഫ് K/mu ഹെഡ്സ് ആണ്. ഇതാണ് നമ്മുടെ ഹെഡ്സിലുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് എന്താണ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആക്കണമെങ്കിലോ, സെന്റിമീറ്റർ ഇൻവേഴ്സ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ ഒമേഗ ഓസിലേഷനെ ഡിവൈഡഡ് ബൈ എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് ഒമേഗ ബാർ ഓസിലേഷൻ കിട്ടും. എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു
2 pi c 1 by 2 pi c into root of k by mu. ഈ ഇക്വേഷൻ എന്താണ്? ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഈ രണ്ട് ഇക്വേഷനും അറിയണം. നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ഹെഡ്സിലുള്ള ടേം ആണ് ചോദിക്കുന്നതെങ്കിൽ ഒമേഗ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു 1 by 2 pi into root of k by mu ഹെഡ്സ് എന്നും ഒമേഗ ബാർ ആണ് ക്വസ്റ്റ്യൻ എങ്കിലോ അത് വേവ് നമ്പറിന്റെ ടേം ഇത് എന്താണ്? ഫ്രീക്വൻസി ടേമും ഇതെന്താണ്? വേവ് നമ്പർ ടേമുമാണ്. സോ വേവ് നമ്പർ ആകുമ്പോൾ ഡിവൈഡഡ് ബൈ സിയും കൂടെ കൊടുക്കണം. സോ 1 by 2 pi c into root of k by mu സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക എന്താണ്? നമ്മൾ എല്ലാ മോളിക്കുലാർ എനർജി ലെവൽസ് പോലെയും വൈബ്രേഷണൽ എനർജീസിനും എന്തുണ്ട്? അതും ക്വാണ്ടൈസ്ഡ് ആണ്. എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ആൻഡ് ദി അലൗഡ് വൈബ്രേഷണൽ എനർജീസ് ഫോർ എനി പർട്ടിക്കുലർ സിസ്റ്റം മേ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പം നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എന്താണ്? ഒമേഗ ഓസിലേഷൻ ജൂൾ എന്ന് കിട്ടും. എന്താണ്? നമുക്ക് അക്കോർഡിംഗ് ടു ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? വൈബ്രേഷണൽ എനർജി ലെവൽസ് എന്ത് കിട്ടും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ? ഇ ഈസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് ഒമേഗ ഓസിലേഷൻ എന്ന് കിട്ടും. എച്ച് ഒമേഗ, വെറും ഒമേഗ അല്ല, എച്ച് ഒമേഗ ഓസിലേഷൻ ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? വി വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. അതിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര ആയിരിക്കും. ഓക്കെ, ഒമേഗ ഓസിലേഷൻ എന്ന് വെച്ചാൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ്. ഇനി നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അതായത് ജൂളിനെ സെന്റിമീറ്റർ ഇൻവേഴ്സ് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്താണ്? ഈ എനർജിയെ എപ്സിലോൺ വി എന്ന് പറയാം. ഇ വി എന്ന് വെച്ചാൽ എന്താണ്? വൈബ്രേഷൻ എനർജി ഇൻ ടേംസ് ഓഫ് ജൂൾസ് ആണ്. എപ്സിലോൺ വി എന്ന് വെച്ചാൽ എന്താണ്? വൈബ്രേഷൻ എനർജി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ് സ്പെക്ട്രോസ്കോപ്പിക് യൂണിറ്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ എനർജി ഇൻ ടേംസ് ഓഫ് ജൂൾ ഡിവൈഡഡ് ബൈ എച്ച് സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ ഇ കിട്ടും. സോ നമുക്ക് എങ്ങനെ വരും ആൻസർ? വി പ്ലസ് ഹാഫ് ഇൻറ്റു എന്താണ്? എച്ച് ഒമേഗ ഓസിലേഷൻ ഡിവൈഡഡ് ബൈ എച്ച് സി ആണ്. സോ ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് കിട്ടും. ഒമേഗ ബൈ സി എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് കിട്ടും, വിച്ച് ഈസ് ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഈ ഇക്വേഷനെ നമുക്ക് പറയാം gives the allowed energies of a simple harmonic oscillator. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ അലൗഡ് എനർജി ലെവലിനുള്ള ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ വി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? വി പ്ലസ് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ സെന്റിമീറ്റർ റേസ് ടു -1. ഓക്കെ, സോ ഈ നോക്കാം, വിയുടെ വാല്യൂ 0 ആകുമ്പോൾ ഈ 0 എത്ര വരും? എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് വരും അല്ലേ? ഇനി ഈയുടെ വാല്യൂ 1 ആകുമ്പോഴോ 1 + 1/2 എന്ന് വരും അല്ലേ? സോ ഇങ്ങനെ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഓരോ ലെവലിന്റെ v is equal to 0, v is equal to 1, v is equal to 2 അങ്ങനെയുള്ള ഓരോ ലെവലിന്റെയും എനർജി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് v is equal to 0 ആയിരിക്കുമ്പോഴുള്ള ഈ എനർജി എന്താണ്? ഈ എനർജിയെ പറയുന്ന പേരാണ് എന്ത്? സീറോ പോയിന്റ് എനർജി. ZPE എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ പോയിന്റ് എനർജി. ദാറ്റ് ഈസ് when v is equal to 0, the energy of the molecule is vibrational energy of the molecule is equal to half എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ. അതല്ല ഈ ടേംസ് ആണെങ്കിലോ E is equal to half എച്ച് ഒമേഗ ഓസിലേഷൻ എന്ന് വരും ഇൻ ടേംസ് ഓഫ് ജൂൾസ് ആണെങ്കിൽ. ഓക്കെ, സോ ഇതായിരിക്കും എന്ത്? സീറോ പോയിന്റ് എനർജി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ക്ലാസിക്കൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി. എന്താണ്? ക്ലാസിക്കൽ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഹെൻസ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി കെമിക്കൽ ബോണ്ട് ആൻഡ് ദി അറ്റോമിക് മാസസ്. ഓക്കെ, സോ നമ്മുടെ സീറോ പോയിന്റ് എനർജിയാണ്. അതായത് v is equal to 0 ആണെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് എന്ത്? v is equal to 0. ഇവിടെ v is equal to 0 ആണ്. അവിടെ എന്തുണ്ട്? ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ ഉണ്ട്. v is equal to 1 ആകുമ്പോഴോ 3/2 ആകും. v is equal to 2 ആകുമ്പോൾ 5/2 ആകും. v is equal to 3 ആകുമ്പോൾ 7/2 ആകും. ഇങ്ങനെ എന്ത് ചെയ്യും? വാല്യൂ കൂടി പോകും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു സിംഗിൾ പീക്ക് കിട്ടും. ഓക്കെ, സെലക്ഷൻ റൂൾ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. എന്താ? സെലക്ഷൻ റൂൾ ഫോർ വൈബ്രേഷണൽ ട്രാൻസിഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ സെലക്ഷൻ റൂൾ ചോദിക്കാം. എന്താണ് സെലക്ഷൻ റൂൾ? സെലക്ഷൻ റൂൾ ഇസ് ഈക്വൽ ടു എഴുതിയിടുക. എന്താണ്? ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു +or-1. എന്താണ്? ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു +or-1 എന്നുള്ളതാണ് എന്താണ്? ഫോർ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനുള്ള സെലക്ഷൻ റൂൾ.
Okay, so നമുക്ക് പറയാം the vibrational transition occur in the adjacent energy levels only. Adjacent energy levels ലേക്ക് അതായത് എന്താണ് v is equal to 0 to v is equal to 1 ലേക്ക് നടക്കും, v is equal to 1 to 2 ലേക്ക്, 2 to 3 ലേക്ക്, 3 to 4 ലേക്ക്, 4 to 5 ഇങ്ങനെ adjacent levels ലേക്ക് മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, വൈബ്രേഷൻ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മൾ ഈ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, ന്യൂ ബാർ കാണാൻ വേണ്ടി ന്യൂ ബാർ ഇസ് ഈക്വൽ ടു എന്താണ്, എപ്സിലോൺ വി പ്ലസ് 1 സ്റ്റേറ്റ് ടു വി സ്റ്റേറ്റിലേക്കുള്ളതാണ്. ഓക്കെ, എപ്സിലോൺ വി പ്ലസ് 1 ടു വി സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, വി പ്ലസ് 1 സ്റ്റേറ്റ് ആകുമ്പോൾ എനർജി എങ്ങനെ വരും, വിയുടെ സ്ഥാനത്ത് വി പ്ലസ് 1 എന്ന് കൊടുക്കണം. വി പ്ലസ് 1 ഹാഫ് ഒമേഗ ബാർ എന്ത് വരും, ഓസിലേഷൻ മൈനസ് വി സ്റ്റേറ്റ് ആകുമ്പോൾ എന്താണ്, വി പ്ലസ് ഹാഫ്, എവിടെയാണോ വി ഉള്ളത് അവിടെ വി പ്ലസ് 1 കൊടുക്കുക. ഓക്കെ, വി പ്ലസ് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ എത്ര വരും ആൻസർ നമുക്ക്, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് വരും. കണ്ടോ, ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയും. സോ നമുക്ക് പറയാം എന്താണ്, ഫോർ അബ്സോർപ്ഷൻ ആണെങ്കിൽ, ഫോർ എമിഷൻ ആണെങ്കിൽ എങ്ങനെ വരും, ഒമേഗ ബാർ V bar is equal to omega bar oscillation എന്ന് വരും. ഫോർ എമിഷൻ ആണെങ്കിലും V bar is equal to omega bar oscillation എന്ന് വരും. ഓക്കെ, സോ നമുക്ക് പറയാം this result is also obvious since the vibrational levels are equally spaced ആയിരിക്കും. നിങ്ങൾക്ക് പടം നോക്കിയാൽ മനസ്സിലാകും എന്തായിരിക്കും, ഓരോ വൈബ്രേഷണൽ ലെവലും എന്താണ്, ഈക്വലി സ്പേസ്ഡ് ആണ് ഇൻ കേസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പറയാം എന്താണ്, നമ്മുടെ വൈബ്രേഷണൽ സ്പെക്ട്രത്തിൽ എന്തേ കാണുള്ളൂ, ഇങ്ങനെ ഓരോ ലെവലിലേക്ക് എന്താണ് ഒരേ സ്പേസിംഗ് ആയതുകൊണ്ട് നമ്മുടെ വൈബ്രേഷണൽ സ്പെക്ട്രത്തിൽ എന്ത് കാണത്തേ ഉള്ളൂ, ഓൺലി 1 ലൈൻ മാത്രമേ കാണുകയുള്ളൂ. എന്ത് കാണുകയുള്ളൂ, ഓൺലി 1 ടൈം ലൈൻ മാത്രമേ കാണുകയുള്ളൂ. കാരണം എല്ലാത്തിനെയും സ്പേസിംഗ് എന്താണ്, ഈക്വൽ ആണ്. സോ ഒരു ലൈൻ മാത്രമേ നമ്മുടെ വൈബ്രേഷണൽ സ്പെക്ട്രയിൽ കാണുകയുള്ളൂ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി ലെവൽസ് എക്സ്പ്രസ്ഡ് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഗിവ്സ് ഡയറക്ട്ലി ദി വേവ് നമ്പർ ഓഫ് ദി സ്പെക്ട്രൽ ലൈൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും, വേവ് നമ്പർ ആണ് നമുക്കത്, ആ ഒരു എനർജി സെപ്പറേഷൻ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ ബാർ ഓസിലേഷനിലേ കിട്ടുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേവ് ലെങ്ത് നമുക്ക് വേവ് നമ്പർ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. At a room temperature, most of the molecules are in the ground vibrational state. Most of the molecule at the room temperature എന്തായിരിക്കും, V is equal to 0 സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, V is equal to 0 സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ the major contribution to the spectrum will be as a result of V is equal to 0 ൽ നിന്ന് V is equal to 1 ലേക്കായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, റൂം ടെമ്പറേച്ചറിൽ മോസ്റ്റ് ഓഫ് ദി മോളിക്യൂളും V is equal to 0 സ്റ്റേറ്റ് ആണ്. അക്കോർഡിംഗ് ടു സെലക്ഷൻ റൂൾ ഡെൽറ്റ V is equal to plus or minus 1 ആയതുകൊണ്ട് തന്നെ V is equal to 0 to V is equal to 1 സ്റ്റേറ്റ് ആയിരിക്കും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ അല്ലേ. സോ നമുക്ക് V is equal to 0 to V is equal to 1 സ്റ്റേറ്റിലെ ഈ ട്രാൻസിഷനെ അതിന്റെ കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി നമുക്ക് എന്തെന്ന് പറയാം, ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയും. എന്താണ്, ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി, ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ക്ലിയർ ആയോ, ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി. ഓക്കെ, ഡയറ്റോമിക് മോളിക്യൂൾസ് ഹാവ് ഓൺലി 1 വൈബ്രേഷണൽ ഫ്രീക്വൻസി. ദിസ് ഈസ് എ സ്ട്രെച്ചിങ് വൈബ്രേഷണൽ ഫ്രീക്വൻസി. ഓക്കെ, എന്താണ്, നമുക്കൊരു സ്ട്രെച്ചിങ് വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ് നമ്മുടെ ഡയറ്റോമിക് മോളിക്യൂൾസിന് വരുന്നത്. ഓക്കെ, അതായത് ഡയറ്റോമിക് മോളിക്യൂൾസ് 2 ആറ്റം മാത്രമേ ഉള്ളൂ, അതാണ് ഡയറ്റോമിക്. ഇതിന് എന്തില്ല, സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്തില്ല, ബെൻഡിങ് ഒന്നുമില്ല. ബെൻഡിങ് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ആറ്റംസ് എങ്കിലും വേണം. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ ഡയറ്റോമിക് molecule there is only എന്താണ്, stretching vibrational frequency എന്ന് നമുക്ക് പറയാം. there is no bending vibrational frequencies. okay, the vibrational spectra are observed in ഏത് region ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഒരു കാര്യം, വൈബ്രേഷണൽ സ്പെക്ട്ര ഏത് റീജിയനിലായിരിക്കും, IR റീജിയനാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, IR റീജിയനിലായിരിക്കും. ഇനി ഏതൊക്കെ ടൈപ്പ് മോളിക്യൂൾ IR സ്പെക്ട്രോസ്കോപ്പി കാണിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, ഇറ്റ് മസ്റ്റ് ചേഞ്ച് ഡ്യൂറിംഗ് ദി ഡൈപോൾ മൊമെന്റ്. എന്താണ്, ഡൈപോൾ മൊമെന്റ് ചേഞ്ച് കാണിക്കുന്ന മോളിക്യൂൾസ് മാത്രമേ എന്ത് കാണിക്കുകയുള്ളൂ, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി കാണിക്കുകയുള്ളൂ. എന്ത് വേണം, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണിക്കണം. ഒരു മോളിക്യൂള്
ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണിക്കുകയാണെങ്കിൽ ആ മോളിക്യൂൾ ഏത് ടൈപ്പ് എന്ത് സ്പെക്ട്രം തരും? IR സ്പെക്ട്രം തരും. സോ ഒരു മോളിക്യൂൾ IR സ്പെക്ട്രം തരണമെങ്കിൽ എന്തായിരിക്കണം? അത് തീർച്ചയായിട്ടും അതിന് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. ഫോർ റൊട്ടേഷണൽ സ്പെക്ട്ര ആണെങ്കിൽ എന്താണ്? ഫോർ റൊട്ടേഷണൽ സ്പെക്ട്ര അല്ലെങ്കിൽ നമ്മൾ പറയും മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി, അവിടെ എന്തുണ്ടാകണം? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകണം. അവിടുത്തെ കണ്ടീഷൻ എന്താണ്? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകണം. ഇൻ കേസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി അവിടെ എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ആയിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. എന്താവണം? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. സോ ഫോർ എ മോളിക്യൂൾ ടു ഷോ ആൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രം ദി ഡൈപോൾ മൊമെന്റ് ഓഫ് ഇറ്റ് മസ്റ്റ് ചേഞ്ച് ഡ്യൂറിംഗ് ദി വൈബ്രേഷൻ. സോ ഇത് ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ ആയ കാർബൺ മോണോക്സൈഡ്, NO, പിന്നെ അതുപോലെ തന്നെ HCl, പിന്നെ ഏതാണ് CN, ഇതിനെല്ലാം എന്തുണ്ട്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട് അല്ലേ? അവർക്കെല്ലാം എന്തുണ്ട്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഡ്യൂറിംഗ് ദ വൈബ്രേഷൻ ഉണ്ട്. സോ നമുക്ക് പറയാം ഇവരെല്ലാം എന്താണ്? IR ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം രണ്ട് മോളിക്യൂൾസ് ഇപ്പൊ എന്താണ്? HCl ആൻഡ് H2, which of the following is എന്താണ്? IR ആക്റ്റീവ് എന്ന് ചോദിക്കാം. ഏതാണ് IR ആക്റ്റീവ്? HCl IR ആക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് H2 ആണെങ്കിലോ ഇതൊരു ഹോമോഡയറ്റോമിക് മോളിക്യൂൾ ആണ്. സോ ഹോമോഡയറ്റോമിക് മോളിക്യൂൾസ് ആർ IR inactive and heterodiotomic molecules are എന്തായിരിക്കും? അത് IR ആക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? They show IR spectra, that is vibrational spectra. എന്താണ്? heterodiotomic molecules show IR spectra, അതല്ലേ പറയാം vibrational spectra കാണിക്കുന്നുണ്ട്. ഇനി polyatomic molecules ആണെങ്കിലോ, polyatomic moleculesന്റെ കേസ് ആണെങ്കിലും അവിടെ എന്താണ്? നോ ഡൈപോൾ മൊമെന്റ് ആണെങ്കിൽ എന്താണ്? the polyatomic molecules having no dipole moment in existing radiation can induce an oscillating dipole moment. So നമുക്ക് പറയാം in case of CO2, C double bond or C double bond, in this case there is no permanent dipole moment, right? So there is no permanent dipole moment because എന്താണ്? equal എന്താണ്? pulling ആണ് രണ്ട് സൈഡിൽ നിന്ന് വരുന്നത്. So there is no dipole, permanent dipole moment. So it is എന്താണ്? microwave inactive ആണ്. CO2 എന്താണ്? microwave inactive ആണ്. But in case of vibration എന്താണ്? ഇതിന് എന്താണ്? symmetric stretching ഉണ്ട്, asymmetric stretching ഉണ്ട്, in plane bending ഉണ്ട്, out of plane bending ഉണ്ട്. So ഇവിടെ എന്താണ്? അവിടെ ഇതിനൊരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലെങ്കിലും ചില വൈബ്രേഷൻസ് എന്താണ്? ബെൻഡിങ് വൈബ്രേഷനോ അല്ലെങ്കിൽ അസിമെട്രിക് സ്ട്രെച്ചിങ് ഒക്കെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് പറയാം അത്തരം പോളിഅറ്റോമിക് മോളിക്യൂൾസിന് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അവര് IR ആക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഏത് ഇപ്പൊ CO2 എന്താണ്? മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്, ബട്ട് IR ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കണ്ടേ എന്താണ്? അവരെന്തായിരിക്കും? IR ആക്റ്റീവ് ആണ്. സോ they show vibrational spectra. ഇനി ഒരു കാര്യമുണ്ട്, ഹോമോഡയറ്റോമിക് മോളിക്യൂൾസ് എന്താണ്? H2, O2, N2 ഇവർക്ക് എന്താണ്? they do not have a permanent dipole moment, nor does the stretching of the bond between the two atoms change the dipole moment from zero. അതായത് ഇവർക്ക് എന്തില്ല? ഇവർക്ക് പെർമനന്റ് ഡൈപോൾ മൊമെന്റും ഇല്ല, ഇനി ഒരു സ്ട്രെച്ചിങ്ങിലൂടെ ഒരു ബെൻഡിങ്ങിലൂടെ ഒന്നും തന്നെ ഇവർക്കൊരു ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഉണ്ടാകാനും സാധ്യതയില്ല. അവർ സീറോയിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നില്ല. സോ എന്തായിരിക്കും? ഹോമോഡയറ്റോമിക് മോളിക്യൂൾസ് ആർ, എഴുതി വെക്കുക എന്താണ്? ഹോമോഡയറ്റോമിക് മോളിക്യൂൾസ് ആർ എന്തായിരിക്കും? IR ഇനാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരെന്തുമായിരിക്കും? മൈക്രോവേവ് റൊട്ടേഷണൽ ഇനാക്റ്റീവ് ആയിരിക്കും, മൈക്രോവേവ് ഇനാക്റ്റീവും ആയിരിക്കും. ബട്ട് ദീസ് ആർ എന്താണ്? രാമൻ ആക്റ്റീവ് മോളിക്യൂൾ. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് രാമൻ സ്പെക്ട്രോസ്കോപ്പി. ഹോമോഡയറ്റോമിക് മോളിക്യൂൾസ് ആർ രാമൻ ആക്റ്റീവ് ആണ്, ബട്ട് IR ഇനാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ മൈക്രോവേവും ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എത്രയാണ്? എക്സാമ്പിൾ 4, എക്സാമ്പിൾ 5, എക്സാമ്പിൾ 6, എക്സാമ്പിൾ 7, എക്സാമ്പിൾ 8, അത്രയും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 2 സെൽഫ് സ്റ്റഡി പ്രോബ്ലംസും ഉണ്ട്. അത് രണ്ടും ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദി ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഓഫ് HCl ഈസ് 2890 centimeter inverse. Calculate the force constant K of this molecule. The atomic masses are H1 ന്റെ എത്രയാണ്? 1.673 × 10⁻27 kilogram.
Ca35 എന്ന് വെച്ചാൽ 58.06 into 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/2 pi c into root of k by mu സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സോ അവിടെ എന്താണ്, നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ ന്യൂ ബാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 pi square c square into സ്ക്വയർ റൂട്ട് മാറുമ്പം k by mu എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്ന് k യുടെ ഇക്വേഷൻ എന്ത് വരും? k is equal to 4 pi square c square എന്ത് വരും? mu ന്യൂ ബാർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മ്യൂ കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താണ്? m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ചെയ്യുമ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് മാസ് മ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ റെഡ്യൂസ്ഡ് മാസ് കാണുക, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ കാണുന്നതെല്ലാം, അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അൺഹാർമോണിക് ഓസിലേറ്റർ ആണ്. The infrared spectra, which is due to transition in the vibration energy levels, should theoretically consist of one line. നമ്മൾ theoretically പറയുകയാണെങ്കിൽ അവിടെ എന്തേ കാണുള്ളൂ? നമ്മൾ പറഞ്ഞു ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ലൈൻ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ എന്താണ്, നമുക്ക് ഇൻ ആക്ച്വൽ സ്പെക്ട്ര നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് കാണാൻ കഴിയും. എന്താണ്? നമ്പർ ഓഫ് ലൈൻസ്, നമ്പർ ഓഫ് ബാൻഡ്സ് ഈച്ച് വിത്ത് എ ഫൈൻ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. ഇത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു അൺഹാർമോണിസിറ്റി. എന്താണ്? അൺഹാർമോണിസിറ്റി ഉള്ളത് കൊണ്ടാണ് എന്ത് വന്നത്? ഇങ്ങനെ നമ്പർ ഓഫ് ലൈൻസ്, ബാൻഡ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. Real molecules do not obey exactly the laws of simple harmonic എന്താണ് മോഷൻ. നമ്മൾ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് വെച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്തല്ലേ. പക്ഷേ റിയൽ മോളിക്യൂൾസ് ഒന്നും തന്നെ എന്താണ് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒബേ ചെയ്യാറില്ല. ഓക്കെ, ദി റിയൽ കെമിക്കൽ ബോണ്ട്സ് ഓൾദോ ഇലാസ്റ്റിക്, അവർ ഇലാസ്റ്റിക് ആണെങ്കിലും എന്താണ്, ആർ നോട്ട് സോ ഹോമോജീനിയസ് ആസ് ടു ഒബേ ഹൂക്സ് ലോ. നമുക്കറിയാം ഹൂക്സ് ലോ ഒബേ ചെയ്യണം അല്ലേ. തിരിച്ച് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ തിരിച്ച് വന്നാൽ എന്ത് ചെയ്യണം? തിരിച്ച് അതേപോലെ തന്നെ എത്തണം. അതാണ് ഹൂക്സ് ലോ പറഞ്ഞത്. പക്ഷേ നമ്മളുടെ കെമിക്കൽ ബോണ്ട്സ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കഴിയുമ്പോൾ, അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ബോണ്ട് ബ്രേക്ക് ആകും. ഓക്കെ, സോ അത് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ഫോർ സ്മോൾ കംപ്രഷൻസ് ആൻഡ് എക്സ്റ്റൻഷൻസ് ദി ബോണ്ട് മേ ബി ടേക്കൺ ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ചെറുതായിട്ട് കംപ്രസ് ചെയ്യുകയോ ഒന്ന് വലിക്കുകയൊക്കെ ചെയ്താൽ അത് ഇലാസ്റ്റിക് ആയിട്ട് വരും. പക്ഷേ നമ്മളൊരു വലിയ എമൗണ്ട് ഓഫ് എന്താണ് ഫോഴ്സ് അവിടെ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ? അവിടെ നമ്മുടെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹൂക്സിലും അവിടെ ഒബേ ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നോർമലി നമ്മുടെ ഈ വി എന്ന് വെച്ചാൽ എന്തായിരുന്നു? എപ്സിലോൺ വി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എന്താണ് ഒമേഗ ബാർ ഓസിലേഷൻ ആയിരുന്നു എങ്കിൽ നമുക്ക് എന്താണ് അൺഹാർമോണിസിറ്റിയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇ വിയുടെ ഇക്വേഷൻ എന്താണ്? ഇ വി ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു എന്ത് വരും? 1 മൈനസ് എക്സ് സി ഇൻറ്റു വി പ്ലസ് ഹാഫ് എന്ത് വരും? ഇൻറ്റു വി പ്ലസ് ഹാഫ് എന്ന് വരും. ഓക്കെ, ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ ആണ്. നിങ്ങളിപ്പോൾ ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചേക്കാം. ഓക്കെ, സോ നോക്കാം, നമ്മുടെ ഒരു ഹാർമോണിക് ഓസിലേറ്ററുമായിട്ട്, ഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് എഴുതിയേക്കുന്നത്, ആ ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് എക്സ് സി ഇൻറ്റു വി പ്ലസ് ഹാഫ് ആണെന്ന് മനസ്സിലാകും. ഓക്കെ, എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് എക്സ് സി ഇൻറ്റു വി മൈനസ് ഹാഫ് ആണെന്ന് മനസ്സിലാവും. സോ നമുക്ക് പറയാം എന്താണ്? ദി ബിഹേവിയർ ഓഫ് ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ആൻഡ് harmonic oscillator is similar except for the difference that oscillation frequency of the former is less and will decrease with the increase of v. എന്താണ് നമ്മളുടെ അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് നോക്കാം, ഹാർമോണിക്കിന്റെ കേസ് നോക്കാം. സോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും എന്തായിരിക്കും? അൺഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? അത് ലെസ് ആയിരിക്കും. അൺഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി ലെസ് ആണ്, കാരണം ഈ ഫാക്ടർ കുറയ്ക്കുന്നില്ലേ. സോ ലെസ് ആയിരിക്കും കമ്പയർഡ് ടു എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, if we now consider the hypothetical energy state obtained by putting v is equal to minus half, v is equal to minus half എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും?
വരും? ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ എന്ന് വരും. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ? ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇഫ് വി ടേക്ക് എന്താണ് വി ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ്, ദെൻ വി ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ആണ്. ഈ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഓസിലേഷൻ ഫ്രീക്വൻസി ആണ് നമ്മുടെ എന്ത് ഒമേഗ ബാർ ഇ. എന്താണ് ഒമേഗ ബാർ ഇ എന്ന് പറഞ്ഞാൽ? ഒമേഗ ബാർ ഇ മേ ബി ഡിഫൈൻഡ് ആസ് ദി ഹൈപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഓസിലേഷൻ ഫ്രീക്വൻസി ഓഫ് ദി അൺഹാർമോണിക് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറയുകയാണ് ഫോർ എനി റിയൽ സ്റ്റേറ്റ് സ്പെസിഫൈഡ് ബൈ എ പോസിറ്റീവ് ഇന്റഗ്രൽ വി the oscillation frequency will be given. എങ്ങനെ നമുക്ക് എഴുതാം ഓസിലേഷൻ ഫ്രീക്വൻസി? ഒമേഗ ബാർ ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു വി പ്ലസ് ഹാഫ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത്? ഒമേഗ ബാർ 0 ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ, 0 അല്ലേ, ഒമേഗ ബാർ ഓസിലേഷൻ ആണ് കേട്ടോ. ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു എന്ത് വരും? നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ആദ്യത്തേത്? 1 മൈനസ് എക്സ് ഇൻറ്റു വി പ്ലസ് ഹാഫ് എന്നായിരുന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ ഒമേഗ ബാർ 0 കൊടുക്കുക. വി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെ വരും? ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു വിക്ക് 0 കൊടുക്കണം, എന്ത് കൊടുക്കണം? 1/2 എന്ന് വരും. സോ 1/2 എക്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അതായത് നമുക്കപ്പം E0 എപ്സിലോൺ 0 അപ്പം എന്ത് വരും? എപ്സിലോൺ 0 ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാണ്? 1/2 ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് ഹാഫ് എക്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, സോ ദി 0 പോയിന്റ് എനർജി ഡിഫേഴ്സ് സ്ലൈറ്റ്ലി ഫ്രം ദാറ്റ് ഓഫ് ദി ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് നമുക്കറിയാം എന്തായിരുന്നു 0 പോയിന്റ് എനർജി? ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ ആയിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് അൺഹാർമോണിക് എന്താണ് ഓസിലേറ്റർ, ഒമേഗ ബാർ ഇ ഇസ് ഈക്വൽ ടു എന്താണ് ഒമേഗ ബാർ 0 ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് ഹാഫ് എക്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് വന്നു. സോ എനർജി എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു 1/2 ഒമേഗ ബാർ ഇ എന്താണ് ഇൻറ്റു 1 മൈനസ് 1/2 എക്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അൺഹാർമോണിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ സെലക്ഷൻ റൂളിനും വ്യത്യാസമുണ്ട്. സോ ഫോർ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ദി സെലക്ഷൻ റൂൾ ഫോർ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് എന്താണ്? വൈബ്രേഷണൽ ട്രാൻസിഷൻ നമുക്ക് ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 മാത്രമല്ല, പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര ആകുന്നു. സോ ഫോർ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ദി സെലക്ഷൻ ഫോർ ദി വൈബ്രേഷണൽ ട്രാൻസിഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര നമുക്ക് ആയി പോകുന്നു. ഓക്കെ, thus in the unharmonic oscillator the gems are not confined to the adjacent level. നമ്മൾ നേരത്തെ പറഞ്ഞു 0 to 1 നിന്ന് 2 2 നിന്ന് 3 നമുക്ക് തൊട്ടടുത്ത ലെവലിലേക്ക് മാത്രമേ എന്ത് പോസിബിൾ ഉള്ളായിരുന്നു? ട്രാൻസിഷൻ പോസിബിൾ ഉള്ളായിരുന്നു. പക്ഷേ ഇൻ കേസ് ഓഫ് അൺഹാർമോണിക് ഓസിലേറ്റർ ആകുമ്പോൾ എന്താണ്? അങ്ങനെ തൊട്ടടുത്തൊന്നുമില്ല. എന്താണ്? 0 to 2 പോകാം, 0 to 3 പോകാം. അങ്ങനെ എന്താണ് ഏത് ലെവലിലേക്കും ട്രാൻസിഷൻ ഇവിടെ പോസിബിൾ ആകുന്നു. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ v is equal to 0 to v is equal to 1 സ്റ്റേറ്റ് ആണെങ്കിൽ ഡെൽറ്റ v എത്രയാണ്? +1 ആണ്. ഓക്കെ, സോ നമുക്ക് ഡെൽറ്റ ഇ എപ്സിലോൺ എത്ര കിട്ടും? ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് 2 എക്സ് സെന്റിമീറ്റർ ഇൻവേഴ്സിന് കിട്ടും. ഇനി v is equal to 0 to v is equal to 2 ആണെങ്കിലോ ഡെൽറ്റ v is equal to +2 ആണ്. ഓക്കെ, അത് ആദ്യത്തെ നമുക്കൊരു കൺസിഡറബിൾ ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. v is equal to 0 to v is equal to 1, ബട്ട് v is equal to 0 to v is equal to 2 എന്ന് വെച്ചാൽ വെരി സ്മോൾ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് അപ്പം എന്ത് കിട്ടും? ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 2 ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് 3 എക്സ് എന്ന് വരും. ഓക്കെ, ഇത് അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അൺഹാർമോണിക് ഓസിലേഷൻ എന്ന ഫ്രീക്വൻസി ആണ് ഒമേഗ ബാർ ഇ. ഓക്കെ, സോ ഇവിടെ നോക്കാം നമുക്ക് എന്ത് കിട്ടി? v is equal to 0 to v is equal to 2 ആകുമ്പോൾ 2 ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് 3 എക്സ് സെന്റിമീറ്റർ ഇൻവേഴ്സിന് കിട്ടി.
ഇനി v is equal to 0 to v is equal to 3 ആണെങ്കിലോ 3 ആണെങ്കിൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു +3 വന്നു അല്ലേ. അതിന് ഇന്റൻസിറ്റി വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്. സോ അതിന്റെ വാല്യൂ എത്ര വന്നു? എപ്സിലോൺ, ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 3 ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് 4xc സെന്റിമീറ്റർ ഇൻവേഴ്സിന് കിട്ടി. 4xc സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് കിട്ടിയത്. ഓക്കെ, സോ നമ്മളുടെ ഈ 3 ട്രാൻസിഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും xc എന്താണ്, ഏകദേശം 0.01 ആണ് വരുന്നത്. ഇത് 3 സ്പെക്ട്രൽ ലൈൻസ് ലൈ വെരി ക്ലോസ് ആയിട്ടിരിക്കും അല്ലേ. നമുക്ക് xc അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.01 ആവുമ്പോൾ ഒമേഗ ബാർ ഇയും 2 ഒമേഗ ബാർ ഇയും 3 ഒമേഗ ബാർ ഇയും എന്തായിരിക്കും? ഏകദേശം അടുത്തടുത്തായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ കഴിയും എന്താണ്, നമുക്ക് ഇതിൽ വന്ന ആദ്യത്തെ ലൈൻ ഒമേഗ ബാർ ഇ എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ, ദാറ്റ് ഈസ് ട്രാൻസിഷൻ ഫ്രം v is equal to 0 to v is equal to 1. ഈ ഒരു ട്രാൻസിഷനെ പറയുന്ന പേരാണെന്ത്? ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. എന്താണ്? ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. സോ ഫോർ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ദി ട്രാൻസിഷൻ ഫ്രം v is equal to 0 to v is equal to 1 is known as എന്താണ്? ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ എന്ന് നമുക്ക് പറയാം. ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. ഇനി രണ്ടാമത് നോക്കാം, ഒമേഗ ബാർ ഏത് സമയത്തെ? v is equal to 0 to v is equal to 2 ആണെങ്കിലോ ഈ ഒരു ട്രാൻസിഷനെ പറയുന്ന പേരാണെന്ത്? ഫസ്റ്റ് ഓവർടോൺ. എന്താണ്? ഫസ്റ്റ് ഓവർടോൺ. ഇനി നെക്സ്റ്റ് ഒമേഗ ബാർ ഇ when v is equal to 0 to v is equal to 3 transition takes place, then it is known as second overtone. So എന്താണ് ഫസ്റ്റ് അബ്സോർപ്ഷൻ? എന്താണ് ഫസ്റ്റ് ട്രാൻസിഷൻ? എന്താണ് ഫണ്ടമെന്റൽ ട്രാൻസിഷൻ? എന്താണ് ഫസ്റ്റ് ഓവർടോൺ? എന്താണ് സെക്കൻഡ് ഓവർടോൺ? അതിന്റെ ഇക്വേഷൻസ് എന്താണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. Okay, the intensity of an overtone is dependent on the unharmonicity of the vibration. എത്രത്തോളമാണ് അൺഹാർമോണിസിറ്റി? അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ ഓവർടോണിന്റെ ഇന്റൻസിറ്റി. കമ്പയർഡ് with the highly intense fundamental vibrational frequency, the overtones are very weak. Overtones എന്തായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും. അതായത് എന്താണ്? നമ്മുടെ സ്പെക്ട്രം ഓഫ് HCl എടുത്തു കഴിഞ്ഞാൽ it shows a very intense absorption at 2886 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതെന്താണ്? അതിന്റെ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ ആണ്. പക്ഷേ ഒരു വീക്കർ അബ്സോർപ്ഷൻ ആയിരിക്കും എന്ത്? 5668 സെന്റിമീറ്റർ. അതായത് ഫസ്റ്റ് ഓവർടോൺ കിട്ടുക. സെക്കൻഡ് ഓവർടോൺ എവിടെയാണ് കിട്ടുന്നത്? നമുക്ക് 8347. ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്താണ് ഈ ട്രാൻസിഷന്റെ കേസ് വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് 0 ടു ട്രാൻസിഷൻ, v is equal to 0 ട്രാൻസിഷൻ ആണ്. ഇനി നമ്മൾ ഇത്തിരി എന്താണ് ഹീറ്റ് കൊടുക്കുകയാണ്, ഒരു ഹൈ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ v is equal to 0 നിന്ന് എന്ത് ചെയ്യും? v is equal to 1 സ്റ്റേറ്റിലേക്കൊക്കെ നമ്മളുടെ ആറ്റംസ് പോകും. സോ ദെൻ ഈ v is equal to 1 സ്റ്റേറ്റിൽ നിന്ന് അതിന്റെ ഹയർ സ്റ്റേറ്റിലേക്ക് v is equal to 2ലേക്കോ v is equal to 3ലേക്കോ ഉള്ള ട്രാൻസിഷനെ പറയുന്ന പേരാണെന്ത്? നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് v is equal to 1 സ്റ്റേറ്റിൽ വന്നത്, അവിടെ നിന്ന് ട്രാൻസിഷൻ ഉണ്ടായത്. സോ ഇത്തരം ട്രാൻസിഷനെ പറയുന്ന പേരാണെന്ത്? ഹോട്ട് ബാൻഡ് എന്ന് പറയും. ഓക്കെ, എന്താണ്? ഹോട്ട് ബാൻഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫണ്ടമെന്റൽ അബ്സോർപ്ഷനും ഫസ്റ്റ് ഓവർടോണും സെക്കൻഡ് ഓവർടോണും ഒക്കെ എന്താണ്? 0യിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. v is equal to 0 സ്റ്റേറ്റിൽ നിന്നായിരുന്നു അബ്സോർപ്ഷൻ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഹോട്ട് ബാൻഡ് ആവുമ്പോൾ എന്താണ്? v is equal to 1 സ്റ്റേറ്റിൽ നിന്നാണ്. അവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, സോ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 9ഉം എക്സാമ്പിൾ 10ഉം. ഈ രണ്ട് ക്വസ്റ്റ്യൻ 10 പിന്നെ തന്നെ എക്സാമ്പിൾ 11 എക്സാമ്പിൾ 12 ഒക്കെ എന്താണ്? ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് വന്നാൽ നന്നായി ചെയ്യാൻ പറ്റുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. കൂടുതലും ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ സെയിം ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്താണ് ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ അതിന്റെ റീജിയൻ ഏതാണ്? IR ആണെന്ന് പഠിക്കുക. എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് തരുന്ന കേസിൽ മാത്രമേ IR സ്പെക്ട്രോസ്കോപ്പി കിട്ടൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ എന്താണ്? വൈബ്രേഷണൽ സ്പെക്ട്രം ഓഫ് എ ഡയാറ്റോമിക് മോളിക്യൂൾ ഇൻ കേസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററും അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് നന്നായി പഠിക്കാം. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്ര ഓഫ് പോളി അറ്റോമിക് മോളിക്യൂൾസും അതുപോലെ തന്നെ എന്താണ് ചെയ്യാനുള്ളത്? ഗ്രൂപ്പ് ഫ്രീക്വൻസിയെ കുറിച്ചും പഠിക്കാം. ഓക്കെ, ഗ്രൂപ്പ് ഫ്രീക്വൻസിയെ കുറിച്ചും പഠിക്കാം.
ഇത്രയാവുമ്പോൾ നമ്മളുടെ എന്താണ് ഈ സെമസ്റ്ററിലെ പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചുകൊണ്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ വരിക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ മാക്സിമം തനിയെ നോട്ട് ഉണ്ടാക്കാനും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.